ലൈംഗികാരോപണങ്ങൾ തുടർച്ചയായി വന്നതിന് പിന്നാലെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന CPI ആവശ്യത്തിന് തടയിട്ട് EP ജയരാജൻ. വിഷയത്തിൽ ആനി രാജയും K പ്രകാശ് ബാബുവും നേട്ടമുണ്ടാക്കുന്നുവെന്ന് കണ്ടതോടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മനമാറ്റം. തിരക്കിട്ട് തീരുമാനം വേണ്ട എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. തുടർച്ചയായ ലൈംഗികാരോപണങ്ങൾ ഇടതു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ജനപ്രതിനിധിക്കെതിരെ ഉയരുന്നതിലെ ധാർമ്മിക വശം ചൂണ്ടിക്കാട്ടിയാണ് CPI ദേശീയ നേതാവ് ആനി രാജ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. മുകേഷിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പുറത്തു പറഞ്ഞ് ന്യായീകരിക്കുന്ന CPIM-നെ പരസ്യമായി തള്ളി CPI ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവും രംഗത്തെത്തി. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ വന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തേണ്ടെന്ന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണിയുടെ ഗവൺമെന്റിനെയും ഒരു പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് മുകേഷ് പോകാൻ പാടില്ല. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പോലും മുകേഷിന്റെ രാജി ആവശ്യത്തിൽ അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചിരിക്കെ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ ആവശ്യം LDF കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ മുളയിലെ നുള്ളി. സമാന ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA-മാർ രാജിവെക്കട്ടെ എന്ന് EP CPI ദേശീയ നേതാക്കൾക്ക് മറുപടി നൽകി. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA-മാർ രാജിവെക്കണം. തൊട്ടുപിന്നാലെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മാധ്യമങ്ങളെ കണ്ടു. സ്വന്തം പാർട്ടിയിൽ നിന്ന് സൂപ്പർ സെക്രട്ടറി കളിക്കുന്ന പ്രകാശ് ബാബുവിനോടും സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ആനി രാജയുടെ വാദവും പരസ്യമായി തള്ളി. ആരോപണം എന്ന് പറഞ്ഞത് മാത്രമല്ല വിഷയം. കാത്തിരിക്കാൻ, ഡോണ്ട് ബി ഇൻ എ ഹറി. ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷത്താണ്. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞ് PB അംഗം MA ബേബിയും തിടുക്കം വേണ്ടെന്ന സൂചന നൽകി. എന്നാൽ കേരളത്തിലെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയ പ്രസ്ഥാനവും LDF-ഉം ഒക്കെ ഇക്കാര്യം ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുകേഷിനെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞുമാറി. എത്ര കാലം CPIM മുകേഷിനെ സംരക്ഷിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക് 24. ഇങ്ങനെ വാർത്തകളിൽ കേന്ദ്രീകരിക്കുന്ന S. സുഭാഷ് വിമർശിക്കുന്നുണ്ട്. ലോകത്തെ വലിയ കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തെത്തുന്നു. 1710 ഏക്കർ വ്യവസായ പാർക്ക് വരുന്നു. 56,000 പേർക്ക് തൊഴിൽ സാധ്യതയുമായി വരുന്നു. എവിടെ ചർച്ചകൾ എന്നുള്ളതാണ്. ഈ വാർത്തകൾ വന്ന സമയത്ത് അതൊക്കെ നമ്മൾ വാർത്താരൂപത്തിൽ തന്നെ നൽകിയതാണ് എന്ന് S. സുഭാഷ് ഓർക്കുമല്ലോ. പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതിൽ നിൽക്കുക എന്നുള്ളതാണല്ലോ. ആ നിലയ്ക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രം.